ഹലോ ഫ്രണ്ട്സ്, അയൺ ടെക്നീഷ്യൻ ഇൻഫോർമേറ്റീവ് ചാനലിൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാവുന്ന ഒരു വാഹനത്തിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസ് ഷെഡ്യൂളിൽ പീരിയോഡിക് സർവീസിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ നമ്മൾ റീപ്ലേസ് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. അതിൻ്റെ വാഹനത്തിൻ്റെ ഹെൽത്ത് റിപ്പോർട്ട് എങ്ങനെ നമ്മൾ ചെക്ക് ചെയ്യണം എന്നതിനെക്കുറിച്ചാണ്. വാഹനം സർവീസ് ചെയ്യുന്ന വരുമ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ നമ്മളിപ്പോൾ പുറത്ത് സർവീസ് ചെയ്യുകയാണെങ്കിലും പുറത്തുള്ള ഗ്യാരേജ് സർവീസ് ചെയ്യണമെങ്കിലും ഒറിജിനൽ പാർട്സ് ജെന്യൂൻ പാർട്സ് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എഞ്ചിൻ ഓയിൽ ഫിൽറ്റർ മാറേണ്ടത് എവരി 10,000 കിലോമീറ്റർ അല്ലെ 1 ഇയറിൽ നമ്മൾ മാറണം. 10,000 കിലോമീറ്റർ അല്ലെ 6,000 മൈൽസിൽ പറയുകയാണെങ്കിൽ എഞ്ചിൻ ഓയിലിൻ്റെ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ സിന്തറ്റിക് ഓയിലുണ്ട്, സാധാരണ ഓയിലുണ്ട്. അത് പെട്രോൾ എഞ്ചിനുകളാണ് 5W30 അല്ലെങ്കിൽ 0W20 എന്നീ ഗ്രേഡുള്ള ഓയിലുകളാണ് ഉപയോഗിക്കുന്നത്. അതേപോലെ ഡീസൽ എഞ്ചിൻ വാഹനങ്ങളാണ് 15W40 എന്ന ഗ്രേഡുള്ള ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5,000 കിലോമീറ്ററിൽ മാറേണ്ട ഓയിൽ 10W30. ആ ഓയിലിന് എവരി 5,000 കിലോമീറ്റർ ആ ഓയിൽ നമ്മൾ പെട്രോൾ എഞ്ചിനിൽ മാറേണ്ടതാണ്. അങ്ങനെ പല ഗ്രേഡുകളിൽ ആ ജെനുവിൻ ആയിട്ടുള്ള മാനുഫാക്ചർ പറയുന്ന അതേ ഓയിലുകൾ നമ്മൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ട്രാൻസ്മിഷൻ ഓയിൽ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഓയിൽ നമ്മൾ എവരി 80,000 കിലോമീറ്ററിൽ 80,000 കിലോമീറ്ററിൽ മാറുക. മാനുവൽ ഗിയർ ആണെങ്കിലും ഓട്ടോമാറ്റിക് ആണെങ്കിലും അത് മാറാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ എല്ലാ 20,000 മാറുക. സ്പാർക്ക് പ്ലഗ് എവരി 40,000 സ്പാർക്ക് പ്ലഗ് നമ്മൾ മാറേണ്ടതാണ്. അത് പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ സ്പാർക്ക് പ്ലഗ്, ഡീസൽ എഞ്ചിനിലാണെങ്കിൽ എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ, ഫ്യൂവൽ ഫിൽറ്റർ എന്നിവ മാറേണ്ടതാണ്. ഇനി വാഹനത്തിന് അണ്ടർ ബോഡി ഇൻസ്പെക്ഷൻ, അത് എന്തെങ്കിലും എഞ്ചിൻ ഓയിൽ മേജറായിട്ടുള്ള ലീക്ക് ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഫിക്സ് ചെയ്യുക. അതേപോലെ ഗിയർ ബോക്സിൻ്റെ ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ അത് ഫിക്സ് ചെയ്യുക. പിന്നെ അണ്ടർ ബോഡിയിൽ എന്തെങ്കിലും എക്സോസ്റ്റ് ലീക്ക്, എന്തെങ്കിലും നോർമലായിട്ട് എന്തെങ്കിലും സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് ഫിക്സ് ചെയ്യുക. അതേപോലെ എഞ്ചിൻ കമ്പാർട്ട്മെൻറ്റിലാണെങ്കിൽ ബ്രേക്ക് ഓയിലിൻ്റെ ലെവല്, കൂളൻ്റ് എന്തെങ്കിലും ലീക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. റേഡിയേറ്ററിൻ്റെ ഭാഗങ്ങളിൽ ലീക്ക് ഉണ്ടോ. അതുപോലെ എഞ്ചിൻ റൂം എപ്പോഴും ഇൻസ്പെക്ട് ചെയ്യുക. പിന്നെ ടയർ എന്തെങ്കിലും അണിയൂണായിട്ട് വിയർ ആയിട്ടുണ്ടോ, ടയർ പ്രഷർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റെപ്പിന് അടക്കമുള്ള ടയർ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുക. ബ്രേക്ക് പാഡ്, ഫ്രണ്ടും റിയറും ബ്രേക്ക് പാഡ് അല്ലെ ബ്രേക്ക് ഷൂ ആണെങ്കിൽ അത് ഇൻസ്പെക്ട് ചെയ്യുക. ഹാൻഡ് ബ്രേക്ക് നമ്മൾ പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും വാണിംഗ് ലാമ്പുകൾ കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ബാറ്ററിയുടെ വാണിംഗ് ലാമ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും വാണിംഗ് ഇതിൽ കാണിക്കുന്നുണ്ടോ, എല്ലാ മീറ്ററുകളും കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട്, അതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഇൻസ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഫ്യൂവൽ ഗേജ് നമ്മൾ റോങ് ആയിട്ടാണ് നമുക്ക് കാണിക്കുന്നത്, എന്തെങ്കിലും മെസ്സേജുകളൊക്കെ ഉണ്ടോ, വാഹനത്തിൽ എന്തെങ്കിലും മെസ്സേജുകൾ കാണിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. ഇതിപ്പോൾ നമുക്കിവിടെ RPM മീറ്റർ കാണാം. ഇത് RPM അതായിട്ട് എഞ്ചിൻ എന്തെങ്കിലും വൈബ്രേഷൻ ഉണ്ട്, അത് ഫ്ലക്ച്വേറ്റ് ആയിക്കൊണ്ടിരിക്കും. എപ്പോഴും ഒരു 600 to 1000 RPM ഇത് നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള എഞ്ചിൻ RPM ഇപ്പോൾ നമുക്ക് കാണാം RPM കുറഞ്ഞു വരുന്നത്, കറക്റ്റ് ലെവലിലേക്ക് വന്ന് നിൽക്കും. 500 അല്ലെങ്കിൽ 600 അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എഞ്ചിൻ വൈബ്രേഷൻ, എഞ്ചിൻ മിസ്ഫെയർ എന്തെങ്കിലും അബ്നോർമലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സർവീസ് സെൻറ്ററിൽ അറിയിക്കാം, അത് ഇൻസ്പെക്ട് ചെയ്യേണ്ടതാണ്. പിന്നെ എഞ്ചിൻ ലൈറ്റ് ഓൺ ആവുക, അല്ലെ എഞ്ചിൻ്റെ വാണിംഗ് ലാമ്പൊക്കെ ഓൺ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും വാണിംഗ് ലാമ്പ്സ് ഒക്കെ ഉണ്ട്, എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയിക്കാവുന്നതാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാം വാഹനത്തിൻ്റെ AC എല്ലാ AC കൺട്രോൾ സ്വിച്ചാണ്. ACയുടെ കൺട്രോൾ സ്വിച്ചുകൾ ഏതെങ്കിലും സ്വിച്ചുകൾ നമുക്ക് വർക്ക് ആകാതിരിക്കുന്നുണ്ടോ, റീസർക്കുലേഷൻ ബട്ടൺ, ACയുടെ സ്വിച്ച്, അതേപോലെ ബ്ലോവർ എന്തെങ്കിലും സ്പീഡിൽ എല്ലാ സ്പീഡുകളും വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക. ഹൈ സ്പീഡിലും ലോ സ്പീഡിലും ഒക്കെ എല്ലാ സ്പീഡിലും AC വർക്ക് ചെയ്യുന്നുണ്ടോ, ACയുടെ ടെമ്പറേച്ചർ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ, അതൊക്കെ ബ്ലോവറിൻ്റെ സ്പീഡ്. അതേപോലെ ഏതെങ്കിലും സ്വിച്ചുകൾ വർക്ക് ചെയ്യുക, അതായത് ഓട്ടോ അല്ലെങ്കിൽ നമ്മൾ ഹീറ്റ് സീറ്റ്. ഇപ്പോൾ പുതിയ വാഹനങ്ങളാണ്, പല ഓപ്ഷനുകളുണ്ടാകും. എല്ലാ സ്വിച്ചുകളും ഡാഷ്ബോർഡിലുള്ള എല്ലാ സ്വിച്ചുകളും വർക്ക് ചെയ്യുന്നുണ്ടോ, അതേപോലെ എന്തെങ്കിലും വാണിംഗ് ലാമ്പ് ഉണ്ടോ, ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ് സർവീസ് സെൻറ്ററിൽ കൊടുക്കുമ്പോഴായിട്ട്. ഈ ഒരു വാഹനത്തിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസിൽ നമ്മൾ ചെക്കപ്പ് ചെയ്യേണ്ടത് മെയിനായിട്ട്, ഞാൻ ഓയിലിൻ്റെ ഗ്രേഡിനെ കുറിച്ച് പറഞ്ഞു. എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ ഇതിൽ SI 0W20 ഈ ഓയിൽ ഈ കറക്റ്റ് ഗ്രേഡ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഡിപ്സ്റ്റിക്ക്, വാഹനത്തിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ ഡിപ്സ്റ്റിക്ക് കാണാം. ഈ ഡിപ്സ്റ്റിക്കിൽ ഇതിപ്പം മിനിമം മാക്സിമം ഓയിലിൻ്റെ ലെവൽ കാണാം. ഇതും കൂടെ കാണാനായിട്ട് പറ്റും. ഇത് മാക്സിമം ലെവൽ, ഇത് മിനിമം ലെവൽ. ഈ മിനിമത്തിന് താഴെ ഓയിൽ കുറഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ നമ്മളത് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള മാക്സിമം ലെവലിൽ നമ്മൾ ഓയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അത് കുറവുണ്ട് നമ്മൾ സർവീസ് സെൻറ്ററിൽ അറിയിക്കേണ്ടതാണ്. ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഡിപ്സ്റ്റിക്ക് പൂർണ്ണമായിട്ട് സീറ്റാക്കാൻ ശ്രദ്ധിക്കുക. എഞ്ചിൻ ഓയിൽ ഡിപ്സ്റ്റിക്ക് ഈ കറക്റ്റ് ഗ്രേഡ് ഓയിൽ ഉപയോഗിക്കുക. ഓയിൽ ഫിൽറ്റർ ജെനുവിൻ പാർട്സ് ഉപയോഗിക്കുക. അതുപോലെ വൈപ്പർ വാഷർ ഫ്ലൂയിഡ് എപ്പോഴും മാക്സിമം ലെവലിൽ ഫില്ല് ചെയ്യാൻ നോക്കുക നമുക്ക്. പിന്നെ ഇതിൽ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചാൽ ഗ്ലാസും അങ്ങനെയുള്ള കാര്യങ്ങൾ ക്ലീൻ ആകാനായിട്ട് സാധിക്കും.
ഇവിടെ നിങ്ങൾക്ക് കാണാം ബ്രേക്ക് ഫ്ലൂയിഡും ഇത് 2 ടാങ്കാണ്. ഒന്ന് കൂളൻ്റ്, ഈ കൂളൻ്റ് ലെവൽ എപ്പോഴും മാക്സിമം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുക. മിനിമം ലെവൽ താഴെ പോകാതിരിക്കാൻ ശ്രമിക്കുക. മിനിമം ലെവൽ താഴെ പോകുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ കൂളൻ്റ് എന്തെങ്കിലും ലീക്ക് ഉണ്ട്, അത് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മളൊരു വാർണിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് എവിടെയെങ്കിലും വാഹനം ഓടി വന്ന് നമ്മൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഉടനെ നമ്മൾ ഈ ക്യാപ്പ് ഓപ്പൺ ആക്കാൻ പാടില്ല. അത് കൈ പൊള്ളാൻ അല്ലെ ഓപ്പൺ ആക്കുന്ന ആളുടെ എന്തെങ്കിലും പൊള്ളൽ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഹൈ ടെമ്പറേച്ചറുള്ള സമയത്ത് ഈ റേഡിയേറ്റർ ക്യാപ്പ്, അതായത് കൂളൻ്റിൻ്റെ ക്യാപ്പ് നമ്മൾ തുറന്ന് ഇൻസ്പെക്ട് ചെയ്യാൻ പാടില്ല. തണുത്ത അവസ്ഥയിൽ നമുക്ക് തുറന്ന് വെള്ളം ഒഴിക്കാവുന്ന കൂളൻ്റ് വെള്ളം അല്ലെങ്കിൽ കൂളൻ്റ് ആൻറ്റിഫ്രീസ് നമുക്ക് ഒഴിക്കാവുന്നതാണ്. ഇനി ഇവിടെ ബ്രേക്ക് ഫ്ലൂയിഡ് കാണാം. ബ്രേക്ക് ഫ്ലൂയിഡിന് മിനിമം, അതേപോലെ തന്നെ മിനിമം മാക്സിമം ലെവലുണ്ട്. ഇത് മിനിമത്തിന് താഴെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. മാക്സിമം ലെവൽ എപ്പോഴും കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ മിനിമം ലെവൽ കാണാം, ഇതിൻ്റെ മുകളിൽ മാക്സിമം ലെവൽ. ഇതിൽ മാക്സിമം ലെവൽ എപ്പോഴും ഉണ്ടാകും. പിന്നെ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ഗ്രേഡ് നമുക്കാണ് .4, .3 എന്നൊക്കെ. .4 അപ്പോൾ .4ഉം .3 മിക്സാക്കി ഒഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. .4 എന്ന ഓയിൽ മാത്രം കറക്റ്റ് ഗ്രേഡ് ഉപയോഗിക്കുക. കൂളൻ്റാണ് ആൻറ്റിഫ്രീസ് കൂളൻ്റ്, റെഡ് കൂളൻ്റ്. അപ്പോൾ ഈ വാഹനം റെഡ് കൂളൻ്റാണ് ഉപയോഗിക്കുന്നത്. ആ സർവീസ് സെൻ്ററിലെ മാനുഫാക്ചർ പറയുന്ന അതേ കൂളൻ്റ് നമ്മൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ വാഹനത്തിൻ്റെ സർവീസിന് വരുമ്പോൾ ഇത് നിങ്ങൾക്ക് എയർ ഫിൽറ്റർ കാണാം. ഇതാണ് എയർ ഫിൽറ്റർ. ഈ എയർ ഫിൽറ്റർ നമ്മൾ എല്ലാ സർവീസിലും 10,000 സർവീസിൽ നമ്മൾ സർവീസ് സെൻറ്ററിൽ ഇത് അഴിച്ച് ക്ലീൻ ചെയ്യുന്നതാണ്. അതേപോലെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് എയർ ഇൻലെറ്റാണ്. ഈ എയർ ഇൻലെറ്റ് ഡക്റ്റിലേക്ക് പോകുന്ന ഇവിടെയായിട്ടാണ് ത്രോട്ടിൽ ബോഡി വരുന്നത്. ത്രോട്ടിൽ ബോഡി ഇത് എല്ലാ 10,000 കിലോമീറ്ററിൽ ഈ ത്രോട്ടിൽ ബോഡി അഴിച്ച് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് അത് റീസെറ്റ് ചെയ്യുന്ന പ്രോഗ്രാമിംഗ് ചെയ്യുന്നതാണ്. അതേപോലെ ഞാൻ മെയിനായിട്ട് പറഞ്ഞ ബാറ്ററിയുടെ ഇൻസ്പെക്ഷൻ. എല്ലാ 10,000 കിലോമീറ്ററും നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്യും. സർവീസ് സെൻ്ററിലാണെങ്കിൽ ബാറ്ററി ടെസ്റ്റർ വെച്ച് ബാറ്ററി ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ട് എടുക്കും. മാറണമെങ്കിൽ മാറണം. ബാറ്ററി ഏതെങ്കിലും ടെർമിനലുകൾ ലീക്ക് ഉണ്ട്, ആസിഡ് ലീക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറാൻ നമ്മൾ വാറണ്ടിയിൽ നമുക്ക് മാറി കിട്ടുന്നതാണ്. എല്ലാ പീരിയോഡിക് മെയിൻ്റനൻസിലും വാഹനത്തിൻ്റെ ടയറിൻ്റെ ഇൻസ്പെക്ഷൻ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ടയർ പ്രഷർ ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. എല്ലാ വീലിൻ്റെയും, ഇപ്പോൾ 4 വീലിൻ്റെയും ടയർ പ്രഷർ, സ്റ്റെപ്പിനെ അടക്കമുള്ള വീലിൻ്റെ ടയർ പ്രഷർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ ടയർ റൊട്ടേഷൻ, എവരി 10,000 കിലോമീറ്ററിൽ ടയർ റൊട്ടേഷൻ 4 വീൽ റൊട്ടേഷൻ ഉണ്ട്, 5 വീൽ റൊട്ടേഷൻ ഉണ്ട്. ഇപ്പോൾ ഉള്ള വാഹനങ്ങളിൽ 4 വീൽ റൊട്ടേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ ടയർ റൊട്ടേഷൻ ചെയ്യുക. 10,000 കിലോമീറ്ററിൽ ടയർ ബാലൻസ് ചെയ്യുക, വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുക. അതേപോലെ ടയർ പ്രഷർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ടയർ പ്രഷറിനെ കുറിച്ച് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ടയർ സ്പെസിഫിക്കേഷനിൽ. ഈ ടയർ സ്പെസിഫിക്കേഷനിലുള്ള വാഹനത്തിൻ്റെ കറക്റ്റായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന അതേ പ്രഷർ നമ്മൾ എപ്പോഴും ഡ്രൈവർ സൈഡിലുള്ള ഈ ടയർ പ്ലാക്കാർഡിലുള്ള അതേ പ്രഷർ നമ്മളെപ്പോഴും ഈക്വലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാഹനത്തിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയായിരുന്നു. വാഹനത്തിൻ്റെ പീരിയോഡിക് മെയിൻ്റനൻസിൽ എന്തൊക്കെ, അതിൻ്റെ ഹെൽത്ത് റിപ്പോർട്ടിൽ എന്തൊക്കെ ചെക്ക് ചെയ്യണം, ഒരു വാഹനത്തിൻ്റെ മെയിൻ്റനൻസ് എങ്ങനെ കറക്റ്റ്, എവരി 10,000 കിലോമീറ്ററിൽ വാഹനത്തിൽ എന്തൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യണം, എന്തൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം, അതിൻ്റെ ഫ്ലൂയിഡ് ലെവൽസ്, ലീക്ക്, അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യുന്നത് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച്, എന്തൊക്കെ റിപ്പയർ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യായിരുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണം, കമൻറ്റ് ചെയ്യണം. അതേപോലെ താഴെയുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഫ്രണ്ട്സിൻ്റെ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ അടുത്ത സബ്ജക്റ്റ് അടുത്ത വീഡിയോയിൽ കാണാം.